ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 19ാമത്തെ നോമ്പായി. നോമ്പിൻ്റെ അത്താഴമൊക്കെ കഴിച്ച് നമ്മളിന്ന് പ്രത്യേകിച്ച് അത്താഴത്തിനൊന്നും നീച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കിടക്കുമ്പോഴേക്ക് തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ട്, 2:15. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കിടക്കാൻ നോക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി നീച്ചതിന് ശേഷം സുബഹി നിസ്കരിച്ച് കുറച്ച് നേരം ഓതി. കാരണം എന്താ വെച്ചാൽ എനിക്ക് വൈകുന്നേരം വന്നിട്ട് ഇപ്പോൾ ഓതാനൊന്നും ഒരുപാട് സമയം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബോഡി ഭയങ്കര ടയേർഡാവുന്നുണ്ട്. അത് കാരണം ഞാൻ രാവിലെ തന്നെ ഓത്തൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് പണികളൊന്നും എടുത്തില്ല. മോൾക്ക് കുറുക്കൊക്കെ കൊടുത്തു, ഓളെ കുളിപ്പിച്ച് ഓളെ റെഡിയാക്കി കിടത്തി. അങ്ങനെ ആകുമ്പോൾ ഓൾ കുറച്ച് നേരം ഉറങ്ങും, ഞാൻ പോകുമ്പോൾ ഓളെ എടുത്തിട്ട് പോയാൽ മതിയല്ലോ വെച്ചിട്ട്. പിന്നെ പോകുന്ന സമയത്ത് ബാഗിലേക്കുള്ള ഓൾക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടോ. ഓളെ പാൽപ്പൊടി ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഡബ്ബയിൽ ഞാൻ ഓൾക്ക് ആവശ്യത്തിനുള്ള പാലാക്കി വെക്കും. പിന്നെ ഒരു ഡബ്ബയിൽ പച്ചവെള്ളം എടുത്തിക്കണ്. കാരണം ഞാൻ പച്ചവെള്ളം അങ്ങനെ കൊടുക്കാറില്ല, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ കുടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാസ്കിൽ ചുടുവെള്ളവും എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് പാലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ അധികം നേരമൊന്നും അവൾ നിൽക്കില്ല. അവളെ ഷിംകാക്ക വരുമ്പോഴേക്ക് ഓൻ്റെ കൂടെ തിരിച്ചു വരും കേട്ടോ. അങ്ങനെ വണ്ടിക്കാരൻ വന്ന് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് മൂപ്പരോട് 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയാട്ടോ പോകുന്നത്. ഞങ്ങൾ അറിയുന്ന ആളാണ്. അപ്പോൾ അതിനുകൊണ്ട് തന്നെ എന്നെ സ്ഥിരമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം ഡ്യൂട്ടിക്കൊക്കെ എത്തി. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓളെ ഉച്ചയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊടുന്നാക്കാറുണ്ട്. ഒരുപാട് വൈകാറില്ല. ഓളധികം ഉച്ചയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊടുന്നാക്കാറുണ്ട്. അങ്ങനെ ഓളെ കൊടുന്നാക്കി പിന്നെ അതിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. പിന്നെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം നോമ്പറക്കാനാകുമ്പോൾ പോരും. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നോട് നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പോന്നപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ടയേർഡാണ് നല്ലോണം. പിന്നെ മാത്രമല്ല ഇന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തി എനിക്ക് അസ്രമൊക്കെ നിസ്കരിക്കാണ്ടായിരുന്നു. എൻ്റെ അതൊക്കെ കഴിച്ച് ഞാൻ കിച്ചണിലേക്ക് പോയി. കാരണം ടേബിളിൽ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്ട് അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വല്ലാണ്ട് മെനക്കെടും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓഫ് ഡേ ആണ് ഇഷ്ടം കേട്ടോ. ഓഫ് ഡേയിൽ നമുക്ക് എല്ലാം ഒരുക്കി നമ്മൾ സാവധാനം എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ടേബിളിൽ ഫുഡൊക്കെ കൊണ്ടുവച്ചു. ഞാൻ വരുമ്പോൾ ഒരു സെവനപ്പിൻ്റെ ബോട്ടിൽ മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇന്നലത്തെ തന്നെ എല്ലാം ബാക്കിയുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് അടക്കം എല്ലാം ബാക്കിയുണ്ടായിരുന്നു. ജ്യൂസ് മാത്രമേ ഇന്ന് അടിച്ചിട്ടുള്ളൂ, ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഇന്നലത്തെ ബാക്കി ഉണ്ടായപ്പോൾ അത് ഇത്ര വേസ്റ്റ് ആക്കണ്ടെന്ന് തോന്നിട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിച്ച് ഈത്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ജ്യൂസ് കുടിക്കുന്നത് ഇപ്പോൾ ഒരു പതിവായിക്കണേ. ഞാൻ 2-3 ഗ്ലാസ്സൊക്കെ ജ്യൂസ് കുടിക്കുന്നത് ഇപ്പോൾ. എന്താ വെച്ചാൽ ആ തണുപ്പ് ഫീല് വയറിനും മനസ്സിനും ഭയങ്കര സന്തോഷം തന്നെ ഉണ്ട് കേട്ടോ ആ ടയേർഡായ ടൈമിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ തണുത്ത ഫ്രൂട്ട്സ് കഴിക്കില്ല. എപ്പോഴും ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലായതുകൊണ്ട്, ഇത് പിന്നെ ഇന്നലത്തെ ആയതുകൊണ്ട് പ്രത്യേകം തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ച് തീരണമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ചോറ് കഴിച്ചു. ഈ ചോറ് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ ചോറിനോട് ഭയങ്കര ഇഷ്ടമായി. അറേബ്യൻ റൈസാണ് ഇത്. പക്ഷേ നമ്മൾ കുക്കറിലിട്ട് ഒന്നും കൂടി വിസിലടുപ്പിച്ചിട്ടുണ്ട്, കാരണം ചൂടാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നല്ല ചൂടും നല്ല സോഫ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ റൈസ് എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അടുത്താണ് കഴിച്ചത്. ഇത് ഇന്നലെ കൊണ്ടുവന്നാണെങ്കിലും ഫസ്റ്റാണ് ഞാൻ ഇന്നലെ കഴിക്കുന്നത് ഈ റൈസ് കേട്ടോ. പൊതുവേ പുറത്തുനിന്ന് ഞാൻ കഴിക്കാറില്ല. പിന്നെ എനിക്ക് മന്തി റൈസിനോട് വലിയ താല്പര്യമില്ല, ഭയങ്കര ഹാർഡാണത്. അത് പെട്ടെന്ന് മടുപ്പിക്കും. പക്ഷേ ഇത് മടുപ്പിക്കുന്നില്ല, നമ്മൾ സാധാ ചോറൊക്കെ കഴിക്കുന്ന പോലെ മടുപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഗീ റൈസോ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ മോളെ കുളിപ്പിച്ച് ഓളെ റെഡിയാക്കി ഓളെ കിടത്തി ഇറക്കിയിട്ടോ. പാവം ഓൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഓളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഓൾക്ക് വേഗം ഉറങ്ങണം. അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം അവൾക്ക് കുറുക്കും കൊടുക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് തണുത്ത എന്തൊക്കെയോ കഴിക്കണം തോന്നിയപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ തണുത്തത് കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ ജ്യൂസ് അടിച്ചതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് സ്ഥലമില്ലായിട്ട് ഫ്രോസൺ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാവാൻ വേണ്ടി വെച്ച എല്ലാ സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചാണ്. അപ്പോൾ അത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഐസ് ക്യാൻഡി കഴിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രേപ്പിൻ്റെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി കിടന്നുറങ്ങാൻ പോകാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.